ാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതേസമയത്ത് നിങ്ങൾ ആ വിഷയം അവതരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നമുക്ക് വിഷയം പഠിക്കാലോ, എനിക്കും നിങ്ങൾക്കും പഠിക്കാലോ, ഇത് കേൾക്കുന്ന ആളുകൾക്ക് പഠിക്കാലോ. ആ നിലക്ക് ആ വിഷയത്തിലുള്ള എൻ്റെ ഒന്നാമത്തെ ചോദ്യം നിങ്ങളോട്, മക്ക മുശ്രിക്കുകൾ കല്ലിനോടോ മരത്തോടോ സാധാരണ മനുഷ്യർ തമ്മിൽ നടക്കുന്ന കാര്യങ്ങൾ ചോദിച്ചിരുന്നോ? എന്ന് പറഞ്ഞാൽ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരൂ, എൻ്റെ ഡ്രസ്സൊന്ന് അലക്കി തരൂ, ഭക്ഷണം പാചകം ചെയ്തു തരൂ, ആ കല്ലൊന്നെടുത്ത് എൻ്റെ തലയിലേക്ക് വെച്ചു തരൂ എന്നിങ്ങനെയുള്ള സാധാരണ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ പരസ്പരം ചോദിക്കുന്ന കാര്യങ്ങളായിരുന്നു മക്ക മുശ്രിക്കുകൾ ലാത്തയോടും ഉസ്സയോടും മറ്റു വിഗ്രഹങ്ങളോടും ചോദിച്ചിരുന്നത് എന്നതിന് വല്ല തെളിവുമുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു അവർ ചോദിച്ചിരുന്നത്. അതിന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തഫ്സീർ കൊണ്ടോ ഏതെങ്കിലും തെളിവുകൾ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ അവർ ഏത് രൂപത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു അവരോട് ചോദിച്ചിരുന്നത്? അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, ഇതേ രൂപത്തിൽ സാധാരണ നിലക്ക് കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലുള്ള മനുഷ്യർ തമ്മിൽ ചോദിക്കുന്ന അതേ കാര്യങ്ങൾ കല്ലിനോടും മരത്തിനോടുമൊക്കെ ചോദിക്കാമെന്ന്, അങ്ങനെ ചോദിച്ചാൽ അവരത് ചെയ്തു തരുമെന്ന് ഹാരിസ് മൗലവിയോ അതേപോലെയുള്ള ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? അവരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹാരിസ് മൗലവി പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ അത് മനസ്സിലാക്കണ്ടേ, മർമ്മം മനസ്സിലാക്കണ്ടേ. പ്രാർത്ഥനയുണ്ടെങ്കിലേ ഇബാദത്തുണ്ടെങ്കിലേ ഷിർക്കാവൂ എന്ന് പഠിപ്പിക്കാനാണത് പറഞ്ഞത്. അതല്ലാതെ അനസ് മൗലവി ആരെങ്കിലും കല്ലിനോട് പോയിട്ട് സാധാരണ നിലക്കുള്ള ഒരു കാര്യം ചെയ്തു തരാൻ പറയുമോ? വിഡ്ഢികളല്ലാതെ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അപ്പോൾ പ്രാർത്ഥനയല്ലാത്ത കാര്യങ്ങളൊക്കെ കല്ലിനോടും മരത്തോടും ഒക്കെ ചോദിച്ചോളൂ, അവരത് ചെയ്തു തരും എന്ന അർത്ഥത്തിൽ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹാരിസ് മൗലവിയോ മറ്റാരെങ്കിലുമോ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? മൂന്നാമതൊരു ചോദ്യം നമ്മൾ വളരെ പ്രസക്തമായി ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. മക്ക മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹങ്ങൾ കേട്ട് ഉത്തരം നൽകുമെന്നാണോ വിശ്വസിച്ചത്? അതല്ല ആ വിഗ്രഹം പ്രതിനിധീകരിക്കുന്ന മഹാന്മാർ കേട്ടിട്ട് ഉത്തരം നൽകുമെന്നാണോ? ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. പലർക്കും മറുപടി പറയുമ്പോൾ നിങ്ങളും ഞങ്ങളും എല്ലാവരും പറഞ്ഞ കാര്യമാണ്. ആ വിഗ്രഹങ്ങൾ സഹായിക്കുമെന്നാണോ, ആ വിഗ്രഹങ്ങൾ ശുപാർശ പറയുമെന്നാണോ, അതല്ല അതിനെ പ്രതിനിധീകരിക്കുന്ന ആ വിഗ്രഹങ്ങൾ പ്രതിനിധീകരിക്കുന്ന മഹാന്മാർ കേട്ടിട്ട് സഹായിക്കുമെന്നാണോ? നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ നാലാമത്തത്, കല്ല് ഖാദിറാണെന്ന് ഹാരിസ് മൗലവി പറഞ്ഞിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥനയല്ലാത്ത തന്നെ ഒരു കാര്യം കല്ലിനോട് പറഞ്ഞാൽ ആ കല്ല് നമുക്ക് ചെയ്തു തരും എന്ന രൂപത്തിൽ ഹാരിസ് മൗലവിയോ മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിന് തെളിവുണ്ടോ? അപ്പോൾ ഈ 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായി തെളിവ് സഹിതം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം ക്ലിയറാവുന്നതാണ്. ഇനി രണ്ടാമത് അനസ് മൗലവി ചോദിച്ച ചോദ്യം, സഹായത്തേട്ടത്തിൻ്റെ വിഷയത്തിൽ ജിന്നുവാദത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾ പറഞ്ഞിരുന്ന ഹയ്യ് ഹാദിർ ഖാദിർ എന്ന ഉപാധി ഇപ്പോൾ നിങ്ങൾ പിൻവലിച്ചുവോ? ആ ജിന്നുവാദം എന്ന പ്രയോഗം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അത് പ്രത്യേകം പറയാണ്. അതേ സന്ദർഭത്തിൽ ഹയ്യ് ഹാദിർ ഖാദിർ എന്ന ഉപാധി, ഷിർക്കാവാതിരിക്കാനുള്ള ഉപാധി, അതൊരിക്കലും പിൻവലിക്കുന്ന പ്രശ്നമേയില്ല. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ തലമുതിർന്ന പണ്ഡിതന്മാർ ഐക്യകണ്ഠേന ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് പിൻവലിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പണ്ഡിതന്മാരെ തള്ളിയിട്ട് സ്വന്തം നിലക്ക് പോകുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതേ സന്ദർഭത്തിൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ഖാദിറല്ലാത്ത ഒന്നിനോട് ഒരു കാര്യം ചോദിക്കുന്നതെല്ലാം ഷിർക്കാണോ? ഇത് ഗൗരവപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു കല്ലിനോട് 10 രൂപ കടം ചോദിച്ചാൽ അയാൾ ആ കല്ല് കേൾക്കുമെന്നൊന്നും വിശ്വസിക്കുന്നില്ല, 10 രൂപ തരുമെന്നും വിശ്വസിക്കുന്നില്ല. ഒരു തമാശക്കൊരാൾ കല്ലിനോട് 10 രൂപ കടം തരുമോ എന്ന് ചോദിച്ചാൽ അത് ഷിർക്കാണോ? അതേപോലെ തന്നെ ചെറിയൊരു കുട്ടി, ആ കുട്ടിയോട് ഏകദേശം ഒരു 500 കിലോ ഭാരമുള്ള ഒരു കല്ലെടുത്ത് തലയിലേക്ക് വെച്ച് തരാൻ പറഞ്ഞാൽ അത് ഷിർക്കാകുമോ? കുട്ടിക്ക് കഴിയാത്തതാണ്, കുട്ടി ഖാദിറല്ലാത്ത ആ കാര്യം കുട്ടിയോട് ചോദിച്ചാൽ അത് ഷിർക്കാകുമോ? അതേപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഉപ്പ, നമ്മളുടെ ഉപ്പ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ ഉപ്പയോടൊരു മകൻ ചോദിക്കുകയാണ്, ഉപ്പ വീടിൻ്റെ ആധാരം നിങ്ങൾ എവിടെയാണ് വെച്ചത്? അത് ഉപ്പ കേൾക്കുമെന്നോ ആധാരം എടുത്തു തരുമോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, വെറുതെ ചോദിക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെ ചോദിച്ചാൽ അത് ഷിർക്കാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ഷിർക്കല്ല. അപ്പോൾ ഖാദിറല്ല എന്നതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം ഷിർക്കാവുകയില്ല. എന്നാൽ ആ കല്ല് ഞാൻ പറയുന്നത് കേൾക്കുകയും എനിക്ക് 10 രൂപ തരാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യുന്നു വിശ്വസിച്ചാലോ?
അതേപോലെ തന്നെ ഈ കുട്ടി അസാധാരണമായ സാധാരണ നിലക്കുള്ള കഴിവിനപ്പുറത്ത് ദിവ്യശക്തിയുള്ള കുട്ടിയാണെന്ന് വിചാരിച്ചാലോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ ഉപ്പ കേൾക്കുകയും ആധാരം കിട്ടാനുള്ള വഴി ഉപ്പ കണ്ടെത്തുകയും ചെയ്യും മരണശേഷവുമെന്ന് വിശ്വസിച്ചാലോ, അവിടെ ശിർക്ക് വരും. അതുകൊണ്ട് തന്നെ ഖാദിർ അല്ല എന്നതുകൊണ്ട് എപ്പോഴും ശിർക്ക് വരികയില്ല എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഹയ്യ് ഹാദിർ ഖാദിർ എന്ന ഉപാധി പിൻവലിച്ചിട്ടുണ്ടോ എന്നാണ്. ഇല്ല. പക്ഷേ അതിനോട് നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ള നിലക്കാണ് ഞാനതവിടെ സൂചിപ്പിച്ചത്. മൂന്നാമത്തെ നിങ്ങളുടെ ചോദ്യം, ഹയ്യ് ഹാദിർ ഖാദിർ എന്ന ഉപാധി പിൻവലിച്ചെങ്കിൽ ന്യായമെന്ത്? പിൻവലിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെ ന്യായം പറയേണ്ടതില്ല. അതുകൊണ്ട് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഉപാധി നിലനിൽക്കുന്നുവെങ്കിൽ ജമാദാത്തുകളോടുള്ള സഹായത്തേട്ടത്തിൽ ഷിർക്കാകാത്തതുമുണ്ട് എന്നതിൻ്റെ ന്യായം എന്താണ് എന്ന് പറഞ്ഞാൽ, ജീവനില്ലാത്ത റൂഹില്ലാത്തവയോടുള്ള സഹായത്തേട്ടത്തിൽ ഷിർക്കാകാത്തതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ന്യായം എന്താണ്? അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. പ്രാർത്ഥനയില്ലാത്തത് കൊണ്ടാണ് അത് ഷിർക്കാകാത്തത്. നമ്മൾ ജമാദാത്തുകളോട് നേരത്തെ പറഞ്ഞൊരു കല്ലിനോട് ഒരാൾ തമാശക്ക് 10 രൂപ തരുമോ, അതല്ലെങ്കിൽ അങ്ങാടി പോയി എനിക്ക് മീൻ വാങ്ങിത്തരുമോ എന്നൊരു കല്ലിനോട് ഒരാൾ പറഞ്ഞാൽ അതൊരു വിഡ്ഢിത്തമായി, ഒരു വിവരക്കേടായി, അല്ലെങ്കിൽ ഒരാൾ നടത്തുന്ന തമാശയായിട്ടേ അതിനെ കരുതേണ്ടതുള്ളൂ. എന്നാൽ ആ കല്ല് കേട്ട് മീൻ വാങ്ങിത്തരും എന്നുള്ള നിലക്കാണെങ്കിൽ അവിടെ ശിർക്ക് വരുന്നുണ്ട്. കാരണം ആ നിലക്ക് കേൾക്കാനോ ഉത്തരം തരാനോ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാനോ ഉള്ളൊരു സംവിധാനം കല്ലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാട് ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പോൾ ആ നിലക്ക് വിശ്വസിച്ചാൽ അവിടെ ശിർക്ക് വരും എന്നല്ലാതെ, അതല്ലാത്ത നിലക്ക് ഒരാൾ തമാശക്കോ മറ്റോ ചോദിച്ചാൽ അതിന് ഒരു വിഡ്ഢിത്തമായിട്ട് മാത്രമേ കരുതേണ്ടതുള്ളൂ. അപ്പോൾ പ്രാർത്ഥന വരുമ്പോഴാണ്, ഇബാദത്ത് വരുമ്പോഴാണ് ഷിർക്ക് വരുന്നത്. ആ നിലക്ക് കല്ലിനോട് കാര്യകാരണ ബന്ധത്തിന് അതീതമായ കാര്യങ്ങൾ ചെയ്തു തരാനും മറ്റും ആവശ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ഷിർക്ക് വരുന്നത്. സ്വാഭാവികമായും ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ചില ചോദ്യങ്ങൾ നിങ്ങളോട് അങ്ങോട്ടും ചോദിക്കുകയാണ്. അഞ്ചാമത്തെ ചോദ്യമായി കൂട്ടിക്കോളൂ. ഒരു കല്ലിനോട് ഒരാൾ കല്ല് കേൾക്കുമെന്നോ തരും എന്നോ വിശ്വസിക്കാതെ 10 രൂപ കടം ചോദിച്ചാൽ അതിൻ്റെ വിധി എന്താണ്? ഷിർക്കാണോ അല്ലേ? എന്തുകൊണ്ട്? അതായത് ഒരാൾ വെറുതെ തമാശക്ക് കല്ല് കേൾക്കുമെന്നോ ഉത്തരം തരുമെന്നോ അയാൾ വിശ്വസിക്കുന്നേയില്ല. പക്ഷേ ഒരു കല്ലിൻ്റെ അടുത്ത് വെച്ചിട്ട് 10 രൂപ തരുമോ എന്ന് ചോദിച്ചാൽ അത് ഷിർക്കാണോ? ഇനി ഷിർക്കല്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ട്, ആണെങ്കിൽ എന്തുകൊണ്ട്? അത് നിങ്ങൾക്ക് വിശദീകരിക്കുവാൻ സാധിക്കുമോ? ആറാമത്തെ ചോദ്യം, ഒരു കല്ലിനോട് ഒരാൾ കല്ല് കേൾക്കുമെന്നോ തരും എന്നോ വിശ്വസിച്ചുകൊണ്ട് 10 രൂപ കടം ചോദിച്ചാൽ അതിൻ്റെ വിധി എന്താണ്? അഥവാ ഞാൻ പറഞ്ഞാൽ കല്ല് കേൾക്കുകയും ചെയ്യും 10 രൂപക്കുള്ള സംവിധാനവും ചെയ്യും എന്ന് വിചാരിച്ചാൽ അതിൻ്റെ വിധി എന്താണ്? ഷിർക്കാണോ അല്ലേ? എന്തുകൊണ്ട്? നിങ്ങൾ ഉത്തരം പറയണം. ഏഴാമത്തെ ചോദ്യം, കല്ലിനോട് ഒരാൾ എനിക്ക് സന്മാർഗം കാണിക്കണേ, നേരത്തെ പറഞ്ഞ പോലെ 10 രൂപൻ്റെ പ്രശ്നമല്ല, അത് സാധാരണ മനുഷ്യന്മാർ തമ്മിൽ ചോദിക്കുന്നതാണ്. എന്നാൽ മനുഷ്യന്മാർ തമ്മിൽ പോലും ചോദിക്കാൻ പാടില്ലാത്ത സന്മാർഗത്തിലാക്കണമേ, എൻ്റെ രോഗം ശിഫയാക്കണമേ തുടങ്ങിയ രൂപത്തിൽ കല്ലിനോട് പറഞ്ഞാൽ അതിൻ്റെ വിധി എന്താണ്? അത് ഷിർക്കാണോ അല്ലേ? എന്തുകൊണ്ട്? അതേപോലെ തന്നെ ഇവിടെ 6ഉം 7ഉം ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും ഒരുപോലെയാണോ? അവ തമ്മിൽ ഷിർക്കാവാനോ അതല്ലെങ്കിൽ അല്ലാതിരിക്കുവാനോ ഉള്ള കാരണങ്ങളിൽ വല്ല വ്യത്യാസവുമുണ്ടോ? അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് അത് ഷിർക്കാണോ അല്ലേ എന്താണ് എന്ന് പറയുക. 5ാമത്തെ ചോദ്യത്തിൽ പറഞ്ഞതും ഷിർക്കാണോ അല്ലേ എന്ന് നിങ്ങൾ വ്യക്തമാക്കുകയാണ് വേണ്ടത്. ഇതാണ് എനിക്ക് 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞതിന് ശേഷം നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം. അതേ സന്ദർഭത്തിൽ അനസ് മൗലവി ഹജറുൽ